ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ക്ലാസ്സിലാണ് നമ്മൾ കുറേ കാലങ്ങളായി ഉള്ളത്. എല്ലാ ഈശ്വര അന്വേഷണത്തിൻ്റെയും അവസാനത്തെ വാക്ക് ദിവ്യകാരുണ്യമാണ്. ഞാൻ എൻ്റെ മനസ്സിൽ വർഷങ്ങളായി കൊണ്ട് നടക്കുന്ന ഒരു ബോധ്യമാണത്. എല്ലാ ഈശ്വര അന്വേഷണവും അവസാനം എത്തി നിൽക്കുന്നത് ദിവ്യകാരുണ്യത്തിലാണ്. അതിനപ്പുറത്തേക്ക് പോകാനില്ല. അതിനകത്ത് എല്ലാം ഉണ്ട്. ദിവ്യകാരുണ്യത്തിൽ നിനക്ക് വേണ്ടതെല്ലാം ഉണ്ട്. ദിവ്യകാരുണ്യത്തിൽ ഇല്ലാത്തതൊക്കെ നിനക്ക് വേണ്ടാത്തതാണ് എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടതൊക്കെ പരിശുദ്ധ കുർബാനയിലുണ്ട്. നിനക്ക് പരിശുദ്ധ കുർബാനയിൽ ഇല്ലാത്തതൊന്നും നിനക്ക് വേണ്ടാത്തതാണ്. അതുകൊണ്ട് എല്ലാ ഈശ്വര അന്വേഷണത്തിൻ്റെയും അവസാനത്തെ വാക്കായ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴങ്ങളിൽ ഇന്ന് പഠിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണ്. കത്തോലിക്കാ സഭയിലെ ഏറ്റവും വലിയ ആരാധനയാണ് പരിശുദ്ധ കുർബാന. സാധാരണ കുർബാനയെക്കുറിച്ച് പറയുന്നൊരു നിർവചനം പോലെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കത്തോലിക്കാ സഭയിലെ ഏറ്റവും വലിയ ആരാധനയാണ് പരിശുദ്ധ കുർബാന. കത്തോലിക്കാ സഭ, പരിശുദ്ധ കത്തോലിക്കാ സഭ വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ്. എഴുതാവോ? പരിശുദ്ധ കത്തോലിക്കാ സഭ വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ് സഭ. അപ്പം അതുകൊണ്ട് നമ്മളെ ഒരുമിപ്പിച്ച് ചേർക്കുന്നത് ഈശോയിലുള്ള വിശ്വാസമാണ്. സഭ രൂപപ്പെട്ടതും ആ ഒരു വിശ്വാസത്തിലാണ്. നടപടി പുസ്തകത്തിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് പഠിക്കുന്നത് നല്ലതാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 36 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ആദ്യമായി പ്രഘോഷിക്കുന്നത് ഈശോയുടെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവൻ അറിയട്ടെ. പന്തക്കുസ്തായുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന സ്ലീഹന്മാരും അവരുടെ പ്രധാനിയായ ശമയോൻ പത്രോസും ജനത്തിൻ്റെ മുൻപിൽ ഉയർന്ന സ്വരത്തിൽ ധൈര്യത്തോടെ പ്രഘോഷിച്ച കാര്യം ഈശോയുടെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. അതൊരു പുതിയ തുറവിയായിരുന്നു. ലോക ചരിത്രത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് പുനരുത്ഥാനത്തിലൂടെ, ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ സംഭവിക്കുക. അതുകൊണ്ട് ഈ പുനരുത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ശൂന്യമായൊരു കല്ലറയാണ് ഇതിന് തെളിവായി ഉണ്ടായിരുന്നത്. ഞങ്ങൾ ശൂന്യമായ കല്ലറയാണ് കണ്ടത്, മറ്റൊന്നുമില്ല. പിന്നീടാണ് കൂടുതലായി വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത്. മഗ്ദലനക്കാരി മറിയത്തിന് ഈശോ പ്രത്യക്ഷനാകുന്നത്, എമ്മാവൂസിലേക്കുള്ള യാത്രയിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നത്, പിന്നീട് അപ്പസ്തോലന്മാർക്ക് ഓരോരുത്തർക്കായി കാണപ്പെടുന്നത് തുടങ്ങി അനേക പ്രത്യക്ഷീകരണങ്ങൾ. ഈശോ ജീവനിലേക്ക് കടന്നുപോയി മരണത്തിനെ അതിജീവിച്ചു എന്ന ബോധ്യം അവരിലുണ്ടാക്കി. പക്ഷേ അപ്പോഴും അത് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറയാൻ മാത്രമുള്ള ധൈര്യം അപ്പസ്തോലന്മാർക്കുണ്ടായിരുന്നില്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ ശക്തി പ്രാപിച്ചു. അവർ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി ഈശോയുടെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അങ്ങനെ പറയാനുള്ള കാരണം, നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന യേശുവിനെ ദൈവം കർത്താവും രക്ഷകനുമാക്കി ക്രിസ്തുവാക്കി ഉയർത്തി എന്ന് ഇസ്രായേൽ ജനം മുഴുവൻ അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വചനഭാഗം ആരംഭിക്കുക. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 2-ാം അധ്യായം 40-ാമത്തെ വാക്യമാകുമ്പോഴേക്കും അവൻ മറ്റ് പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. ഒരു പുതിയ മാർഗത്തിലേക്ക് അവരെ നയിക്കുകയാണ്. പുതിയൊരു ജീവിത ശൈലിയിലേക്ക്, ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങൾക്കും അപ്പുറത്തുള്ള കാര്യത്തേക്ക് അവരുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. 41-ാമത്തെ വാക്യത്തിൽ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ അവൻ്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ, ബാക്കി പറയാൻ നോക്കിയേ, ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവനോട് ചേർന്നു. അങ്ങനെയാണ് സഭ രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു. ആ പ്രസംഗിച്ച വചനത്തെ വിശ്വസിച്ച കുറേ പേര് ഒരുമിച്ച് ചേരുകയാണ്. അത് വളരെ സ്വാഭാവികമായി രൂപപ്പെടുന്ന ഒരു കൂട്ടായ്മയായി മാറുകയാണ്.
അതുകൊണ്ടാണ് വിശ്വസിച്ചവരെല്ലാം ഒരു സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു എന്ന അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 2-ാം അധ്യായം 44-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറയുന്നത് വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ് സഭ, വിശ്വസിക്കുന്നവരുടെ സമൂഹം. അപ്പം അതുകൊണ്ട് എന്തുമാത്രം ആഴമുള്ള വിശ്വാസത്തിലേക്ക് വരുന്നുവോ അത്രയും സഭയുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കും. സഭയുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ കൂദാശകളുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കും. അത് നമ്മുടെ നിത്യജീവനെ ബാധിക്കുന്ന വിഷയമായി മാറും. അതുകൊണ്ട് ഒന്ന് വിശ്വസിക്കുന്നവരുടെ സമൂഹം. ഇനി പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് ആരാധിക്കുന്ന സമൂഹമാകാതെ വയ്യ. വിശ്വസിക്കുന്നു, ആ ദൈവത്തെ ആരാധിക്കണം. അതാണ് വിശ്വസിക്കുന്ന സമൂഹത്തിന് യഥാർത്ഥ വിശ്വാസം ആണെങ്കിൽ ആരാധനയിലേക്ക് അത് സ്വാഭാവികമായി വളരും. അതുകൊണ്ട് പരിശുദ്ധ കത്തോലിക്ക സഭ ആരാധിക്കുന്നവരുടെ സമൂഹമാണ്. ഒന്ന്, വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ്. രണ്ട്, ആരാധിക്കുന്നവരുടെ സമൂഹമാണ്. എന്ത് വിശ്വസിക്കുന്നുവോ അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്ത് നമ്മൾ വിശ്വസിക്കും, ഇപ്പോൾ സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആരിലാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുകയാണ്, പ്രഖ്യാപിക്കുകയാണ്, ഏറ്റുചൊല്ലുകയാണ്, സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പം അതുകൊണ്ട് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് ആരാധിക്കുന്ന സമൂഹമാകാതെ വയ്യ. അപ്പം അതുകൊണ്ട് സഭ ആരാധിക്കുന്നവരുടെ സമൂഹമാണ്. ഇത് അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 2-ാം അധ്യായത്തിന് 42-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 42-ാം വാക്യം. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, ബാക്കി വായിച്ച്, അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. അപ്പോൾ വിശ്വസിക്കുന്ന സമൂഹം ആരാധിക്കുന്ന സമൂഹമായി വളരുകയായിരുന്നു. ഇങ്ങനെ യഥാർത്ഥ ആരാധകരുടെ സമൂഹമാണെങ്കിൽ മൂന്നാമത്തെ സവിശേഷത കൂടെ അവരിലേക്ക് വരും. മൂന്നാമത്തേത് സഭ സ്നേഹിക്കുന്നവരുടെ സമൂഹമാണ് എന്നാണ്. ഒന്ന്, വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ്. രണ്ട്, ആരാധിക്കുന്നവരുടെ സമൂഹമാണ്. മൂന്ന്, സ്നേഹിക്കുന്നവരുടെ സമൂഹമാണ് സഭ. കാരണം ഈശോ സ്നേഹിക്കാനേ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് എൻ്റെ ശിഷ്യനാണെന്ന് അറിയാനുള്ള അടയാളം നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നാണ്. അപ്പോൾ യഥാർത്ഥ ആരാധകരും യഥാർത്ഥ വിശ്വാസികളുമാണെങ്കിൽ അത് സ്നേഹ സമൂഹമായി വളരും. അതാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായം 35-ാം വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അപ്പോൾ ലോകത്തെ പല ഗുരുക്കന്മാരും നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈശോ ഒരു വാക്ക് കൂട്ടിച്ചേർത്തത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന വാക്കാണ്. ഞാൻ എങ്ങനെയാണ് സ്നേഹിച്ചത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കാൽവരിയിലെ കുരിശിലേക്ക് നോക്കണം. ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സ്നേഹിച്ചത്? തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നൽകി. തൻ്റെ പുത്രനാകട്ടെ തന്നെ നമുക്ക് നൽകിക്കൊണ്ട്, തൻ്റെ ജീവൻ നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കൊടുക്കുന്നതിനേക്കാൾ, ബാക്കി പറയാൻ നോക്കിയേ, സ്നേഹിതന് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ആർക്കും പ്രകടിപ്പിക്കാനാവില്ല. അപ്പോൾ ഏറ്റവും വലിയ സ്നേഹം ജീവന് കൊടുക്കുന്ന സ്നേഹമാണ്. അപ്പം അത് ഈശോ ചെയ്തു. എന്നിട്ട് നമ്മളോട് പറയുകയാണ്, അതിന് മുന്നൊരുക്കമായി പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. എന്നിട്ട് ഒരു വാക്കുകൂടെ ഈശോ കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. അപ്പോൾ ക്രിസ്തു ശിഷ്യനെ മനുഷ്യർ തിരിച്ചറിയേണ്ടത്, മറ്റുള്ളവർ തിരിച്ചറിയേണ്ടത് കൊന്ത കഴുത്തിൽ ധരിച്ചതിൻ്റെ പേരിലല്ല, പള്ളിയിൽ പോയതിൻ്റെ പേരിലല്ല. അതിനേക്കാളും ഉപരിയായി ഈശോ പറയുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ഈ സ്നേഹ സമൂഹത്തെ കണ്ട് സ്നേഹം തന്നെയായ ദൈവത്തിൻ്റെ മക്കളാണ് നിങ്ങളെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കും. ഇതാണ് ഏറ്റവും വലിയ സാക്ഷ്യം, സ്നേഹ സമൂഹമായി മാറുക. അപ്പോൾ അതുകൊണ്ട് ഒന്ന്, വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ് സഭ. രണ്ട്, ആരാധിക്കുന്നവരുടെ സമൂഹമാണ് സഭ. മൂന്നാമതായി, സ്നേഹിക്കുന്നവരുടെ സമൂഹമാണ് സഭ. സ്നേഹിക്കുന്നൊരു സമൂഹത്തിന് ഉള്ളതെല്ലാം പങ്കുവെച്ച് കൊടുക്കുന്ന അതിനുള്ള കഴിവ് ലഭിക്കും. അതുകൊണ്ട് സഭ പങ്കുവെക്കുന്നവരുടെ സമൂഹമാണ് എന്നുകൂടെ മനസ്സിലാക്കണം. പങ്കുവെക്കുന്നവരുടെ സമൂഹം അത്
അപ്പോസ്തലപ്രവർത്തനത്തിൻ്റെ 2-ാം അധ്യായം 44-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, വിശ്വസിച്ചവർ എല്ലാവരും ഒരു സമൂഹമായി ആകുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതി. അതിന് ഒരല്പം കൂടെ വിശദീകരണം 2-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യത്തിലുണ്ട്. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു എന്നാണ് അപ്പോസ്തലപ്രവർത്തനം 2:45 നമ്മൾ വായിക്കുക. ഇവിടെ സാധാരണയായി പങ്കുവയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റായ ധാരണ നമ്മുടെ ഉള്ളിൽ കയറുന്നുണ്ട്. എന്താണ് പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞാൽ? സമ്പത്ത് പങ്കുവയ്ക്കുക എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അതൊന്നും അല്ല പ്രധാനപ്പെട്ടത്. അതിനേക്കാൾ പ്രധാനപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് വ്യത്യസ്തവും വിശാലവുമായി ഇതിനെ കാണാനുണ്ട്. എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് അടിസ്ഥാനപരമായി എൻ്റെ തമ്പുരാനിലുള്ള വിശ്വാസമാണ്. ഞാൻ കണ്ടെത്തിയ, ഞാൻ അനുഭവിച്ചറിഞ്ഞ ഏകരക്ഷകനായ ഈശോയെയാണ് കണ്ടുമുട്ടുന്നവർക്കെല്ലാം ഞാൻ പങ്കുവെച്ച് കൊടുക്കണം. അപ്പോൾ ഈശോയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധിയെന്ന്, ഏറ്റവും വലിയ അനുഗ്രഹമെന്ന ബോധ്യമുള്ളവന് അതാണ് അവൻ ആദ്യമേ പങ്കുവെക്കുക. അതുകൊണ്ടാണ് സഭ പ്രേക്ഷിതയാണ് എന്നൊക്കെ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാനൊക്കെ ഈശോ അപ്പസ്തോലന്മാരെ പഠിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും എല്ലാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഉള്ളതെല്ലാം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായി വിശ്വാസത്തെ പങ്കുവെച്ച് കൊടുക്കുക എന്നതാണ്. എങ്ങനെയാണ് വിശ്വാസത്തെ പങ്കുവെച്ച് കൊടുക്കുന്ന വ്യക്തികളായി മാറുക? അത് നമ്മുടെ വാക്കുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ജീവിതം കൊണ്ടാണ് നമ്മൾ സാക്ഷ്യം കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ വളരെ പ്രധാനമായി സൂചിപ്പിച്ചത്, സഭ വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ്, സഭ ആരാധിക്കുന്നവരുടെ സമൂഹമാണ്, സഭ സ്നേഹിക്കുന്നവരുടെ സമൂഹമാണ്, സഭ പങ്കുവെക്കുന്നവരുടെ സമൂഹമാണ്. ഇങ്ങനെ പങ്കുവെക്കുന്ന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൻ്റെ പങ്കുവെക്കലും ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തലുമെല്ലാം പ്രധാനമായി നടക്കുന്നത് നമ്മുടെ ആരാധനാക്രമത്തിലാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരിക. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ കത്തോലിക്ക സഭയിലെ അംഗങ്ങളായ നാം നമ്മുടെ വിശ്വാസം ഏറ്റുപറയുകയും നമ്മുടെ വിശ്വാസത്തെ ആഘോഷിക്കുകയും ചെയ്യുന്ന വേദിയാണ് ആരാധനാക്രമം. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കണക്ഷൻ മനസ്സിലായോ? തമ്മിലുള്ള ബന്ധം മനസ്സിലായോ? ആരാധനാ സമൂഹം പരിശുദ്ധ കുർബാനയോട് ചേർന്നേ ജീവിക്കാൻ പറ്റൂ. വിശ്വാസ സമൂഹത്തിന് പരിശുദ്ധ കുർബാനയോട് ചേർന്നേ ജീവിക്കാൻ പറ്റൂ. സ്നേഹ സമൂഹത്തിന് സ്നേഹിക്കാനുള്ള കരുത്ത്, തന്നെ നൽകാനുള്ള കരുത്ത് എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക? അതുകൊണ്ടാണ് ബലിജീവിതം നയിക്കുന്നവരുടെ ബലമാണ് ദിവ്യകാരുണ്യം. ബലിയായി തീരാനുള്ള ബലം നൽകുന്നതും ദിവ്യകാരുണ്യം എന്നൊക്കെ നേരത്തെ ഞാൻ സൂചിപ്പിക്കാൻ ഇടയായിട്ടുണ്ട്. അത് ഇതിനോടൊക്കെ ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയാണ് ആരാധനക്രമത്തിൻ്റെ കേന്ദ്രം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയുന്നൊരു യാഥാർത്ഥ്യം, പരിശുദ്ധ കുർബാന കൂദാശയാണ്. വെറും കൂദാശ മാത്രമല്ല, അതുകൊണ്ട് കൂദാശകളുടെ കൂദാശ എന്നാണ് പരിശുദ്ധ കുർബാനയെ വിളിക്കുക. കൂദാശകളുടെ കൂദാശയാണ്. പരിശുദ്ധ കുർബാനയോട് ബന്ധപ്പെട്ടാണ് എല്ലാ കൂദാശയും. ദൈവത്തിൻ്റെ അദൃശ്യമായ കൃപാവരം മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൃശ്യമായ അടയാളമാണ് കൂദാശ. അത് ഏറ്റവും പൂർണ്ണതയിൽ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. അതുകൊണ്ട് മറ്റു കൂദാശകളും പരിശുദ്ധ കുർബാനയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ഇത് കൂദാശകളുടെ കൂദാശ എന്ന പേരിലാണ് സഭയിൽ അറിയപ്പെടുക. സുറിയാനി ഭാഷയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് വിളിക്കുന്ന വാക്ക് റാസ എന്നാണ്. റാസ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും ആഘോഷപൂർവമായ കുർബാന അർപ്പണത്തിൻ്റെ പേരാണ് റാസ. സാധാരണ ക്രമമുണ്ട്, ആഘോഷപൂർവമായ ക്രമമുണ്ട്, ഏറ്റവും ആഘോഷമായ കുർബാനയുണ്ട്. അതിന് റാസ എന്ന പേരിൽ അറിയും. അത് റാസ തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി റാസ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം രഹസ്യം എന്നാണ്. രഹസ്യമാണ്. അത് ഈ രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വെളിപ്പെടുത്തി തന്നാൽ മാത്രം മനസ്സിലാകുന്ന സത്യമാണ്. മറച്ചു വെച്ച കാര്യമല്ല, വെളിപ്പെടുത്തി തന്നാൽ മാത്രം മനസ്സിലാകുന്ന ഒരു മിസ്റ്ററിയാണ്, ഒരു രഹസ്യമാണ് പരിശുദ്ധ കുർബാന. ഈ രഹസ്യം എന്ന് പറയുന്നത് ഇത്തിരി ആഴങ്ങളിൽ ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാവുകയുള്ളൂ. ആ രഹസ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രഹസ്യമാണ്, മനുഷ്യൻ്റെ രഹസ്യമല്ല, ദൈവത്തിൻ്റെ രഹസ്യമാണ്. ആ രഹസ്യം എന്ന് പറയുന്നത് മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി ദൈവമുണ്ടാക്കിയ രക്ഷാകര പദ്ധതിയാണ് ഈ രഹസ്യം.
എന്താണ്? ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയാണ്. അതാണ് മറച്ചു വയ്ക്കപ്പെട്ട രഹസ്യം. അത് ഓരോ കാലത്തും ഇങ്ങനെ വെളിപ്പെടുത്തി യേശുക്രിസ്തുവിൻ്റെ ജീവിത കാലമാകുമ്പോഴേക്കും അതിനെ പൂർണ്ണമായി വെളിപ്പെട്ട് കിട്ടുകയാണ്. ആ കുരിശിലെ ബലിയും സഹനങ്ങളും മരണവുമെല്ലാം അതിൻ്റെ മർമ്മമായി നിൽക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ മനുഷ്യവംശത്തിന് വേണ്ടിയുള്ള രക്ഷാകരമായ പദ്ധതിയാണ് ഈ രഹസ്യം എന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മർമ്മത്തിൽ ഈശോ ആണ് നിൽക്കുന്നത്. ഈ വെളിപ്പെടുത്തലുകളുടെ പൂർണ്ണത ക്രിസ്തുവിലാണ് നടക്കുക. അതുകൊണ്ട് മിശിഹ രഹസ്യം എന്നും ഈ പരിശുദ്ധ കുർബാനയെ വിളിക്കാറുണ്ട്, റാസയെ വിളിക്കാറുണ്ട്. എഫേസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ, ബൈബിൾ തുറന്ന് എഫേസുസിൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം വായിക്കേണ്ടതുണ്ട്. എഫേസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ വെളിപാടുകൾ വഴിയാണ് ഈ രഹസ്യം എനിക്ക് അറിവായത്. ദൈവം വെളിപ്പെടുത്തി തന്നപ്പോഴാണ് ഈ രഹസ്യം പൗലോസ്ലീഹായ്ക്ക് മനസ്സിലായത്. അപ്പം അതാണ് ആദ്യമേ പറയുന്നത്. ഇനി അതിൽ 4-ാം വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ, 4-ാം വാക്യം വായിക്കുമ്പോൾ, ഇത് വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ഇത് വെളിപാടിലൂടെ കിട്ടിയതാണ്. ഈ രഹസ്യം മനസ്സിലായതാണ്. അത് എന്തുമാത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച്, ദൈവിക രഹസ്യം, ക്രിസ്തുവിൻ്റെ രഹസ്യം എന്ന പേരിൽ പിന്നെ അറിയുകയാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഇത്രയേ ഉള്ളൂ. ദൈവം വെളിപ്പെടുത്തി തന്നാൽ മാത്രം മനസ്സിലാകുന്ന സത്യമാണ് മിശിഹായിൽ പൂർത്തിയായ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി. ഈ രക്ഷാകര പദ്ധതിയാണ് പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മളെ എത്തിക്കുന്നത്, സഭയുടെ സജീവ അംഗമായി നമ്മളെ വളർത്തുന്നത്, യഥാർത്ഥ ആരാധകരായി നമ്മളെ മാറ്റുന്നത്, യഥാർത്ഥ സ്നേഹ സമൂഹമാക്കി നമ്മളെ മാറ്റുന്നത്, എൻ്റെ വിശ്വാസം പങ്കുവയ്ക്കുന്ന പ്രേക്ഷിത ചൈതന്യത്തിലേക്ക് ഞാൻ വളരുന്നതെല്ലാം ഈ രക്ഷാകര പദ്ധതിയോട് ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചില നിത്യസത്യങ്ങൾ പൂർണ്ണമായി അറിയുന്നവൻ, നിത്യസത്യങ്ങൾ പൂർണ്ണമായി അറിയുന്നവൻ ദൈവം മാത്രമാണ്. ദൈവത്തിന് മാത്രമേ അത് അറിയൂ. മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ പദ്ധതി എന്താണെന്ന് ദൈവം ഉണ്ടാക്കിയത് എന്താണെന്ന് മനുഷ്യന് അറിയുന്നില്ല. ദൈവത്തിനറിയാം, കാരണം ദൈവമാണത് രൂപപ്പെടുത്തി. അതുകൊണ്ട് നിത്യസത്യങ്ങൾ പൂർണ്ണമായി അറിയുന്നവൻ ദൈവം മാത്രമാണ്. അതുകൊണ്ട് ദൈവം വെളിപ്പെടുത്തുമ്പോഴാണ്, ശരിക്കും ശ്രദ്ധിച്ച്, ദൈവം വെളിപ്പെടുത്തുമ്പോൾ മഹോന്നതവും അവർണ്ണനീയവും അഗാധവും നിഗൂഢവും ദൈവീകവുമായ പരമ സത്യം നമുക്ക് മനസ്സിലാവും. ദൈവം വെളിപ്പെടുത്തി തന്നാലേ മനസ്സിലാവുള്ളൂ. നമ്മുടെ കൊച്ചു ബുദ്ധി കൊണ്ട് അന്വേഷിച്ചു പോയാൽ എത്തിപ്പിടിക്കാൻ പറ്റുന്നതല്ല എന്നാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. ഇനി മനസ്സിലായവൻ ആരാണ്? ഇത് മനസ്സിലായത് ദൈവമാണ്. മനസ്സിലായവൻ നമ്മുടെ മനസ്സിലാക്കിത്തരുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാവുന്നത്. ദൈവം നമ്മുടെ മനസ്സിലാക്കിത്തരണം. മനസ്സിലാക്കിത്തരാൻ ആർക്കാണ് കഴിയുന്നത്? ഈ സത്യം അറിയാവുന്നവനാണ്. വേറൊരാൾ പറഞ്ഞാൽ ഇത് മനസ്സിലാവില്ല. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം അനേകർ അവനെ വിട്ടുപോയതും അവർ അസ്വസ്ഥരായതിൻ്റെ എല്ലാം പിന്നിലെ കാരണം ഇത് അവൻ വെളിപ്പെടുത്തി കൊടുത്ത് മനസ്സ് തുറന്നു കൊടുത്താൽ മാത്രമേ ഈ സത്യം മനസ്സിലാവുള്ളൂ. വചനം ഗ്രഹിക്കുവാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ ദൈവം തുറന്നു തരണം. അതുകൊണ്ടാണ് മനസ്സിലായവൻ തന്നെ നമ്മുടെ മനസ്സിലാക്കിത്തരണം. അപ്പോഴാണ് ഇത് നമുക്ക് മനസ്സിലാവുക. ദൈവം തൻ്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തി തന്ന ഈ രക്ഷാകര രഹസ്യം എന്താണ് എന്നാണ് ഞാനിനി സൂചിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. എന്താണ് ഈ രക്ഷാകര രഹസ്യം? എഫേസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലൂടെ കടന്നു വരുമ്പോൾ കുറച്ചും കൂടെ ആഴമായ അറിവ് നമുക്ക് ലഭിക്കും. എഫേസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. അവിടെ നമ്മൾ കാണുന്നത് സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാവട്ടെ.
അഭിസംബോധന എന്ന നിലയിൽ ദൈവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ഇനി നാലാമത്തെ വാക്യത്തിലെത്തുമ്പോൾ എന്തിനു വേണ്ടിയാണ് പിതാവിനെ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ മുൻപിലായിരിക്കുന്നത്? തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. രക്ഷാകര രഹസ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള കാര്യമാണ്. ദൈവം എന്താണ് ചെയ്തത്? ശരിക്കും ശ്രദ്ധിക്കുക. ദൈവം ചെയ്ത ഒന്നാമത്തെ കാര്യം, ദൈവം നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു. നമ്മൾ പാപികളും ബലഹീനരുമായ സാധാ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ ഈ രക്ഷാകര സംഭവത്തിലേക്ക് നമ്മളെ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്തു. ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് ഉണ്ടായത്? നമ്മൾ ജനിച്ച നാൾ മുതലാണോ? ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ലോകസ്ഥാപനത്തിന് മുൻപ് എന്നാണ്. അപ്പോൾ അനാദിയിലെയുള്ള ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പാണ് എന്നെയും നിങ്ങളെയും ഇവിടെ കൊണ്ടുവന്നെത്തിച്ചത്. അനാദിയിലെയുള്ള ഒരു ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്. അവൻ ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പാവട്ടെ ലോകസ്ഥാപനത്തിന് മുൻപേ നടന്ന സംഭവമാണ്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ തെരഞ്ഞെടുത്തത്? എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ മുൻപിൽ സ്നേഹത്തിൽ നിഷ്കളങ്കരാകാൻ, സ്നേഹത്തിൽ പൂർണ്ണരും നിഷ്കളങ്കരുമാകാൻ അവൻ നമ്മളെ തിരഞ്ഞെടുത്തു. സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമാകാൻ അനാദിയിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. ഈ തിരഞ്ഞെടുപ്പ് നമ്മെ അവിടുത്തെ ദത്തുപുത്രരാക്കി. അത് 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. ഇങ്ങനെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ജീവിതത്തിൽ പൂർത്തിയാകണമെങ്കിൽ മനുഷ്യവർഗം മുഴുവൻ ക്രിസ്തുവിൽ ദൈവമക്കളും ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളുമായി മാറണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇത് ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി തന്നു. ദൈവത്തിൻ്റെ പദ്ധതിയുടെ രഹസ്യമാണ് പരിശുദ്ധ കുർബാനയാകുന്ന റാസ. ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ എന്തിനു വേണ്ടിയാണ്? 10-ാം വാക്യം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി അത്രേ. മർമ്മപ്രധാനമായ ഒരു വാക്യമാണത്. ക്രിസ്തുവിൽ എല്ലാവരെയും ഒന്നിപ്പിക്കുക എന്നതാണ് ഈ റാസയുടെ പരമമായ ലക്ഷ്യം, കുർബാനയുടെ പരമമായ ലക്ഷ്യം. ഇതാണ് രക്ഷാകര ചരിത്രം ഉന്നമിക്കുന്നത്. എല്ലാവരെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുക, ദൈവവുമായി ഉള്ള സഹവാസം, സകല മനുഷ്യരുമായുള്ള സഹവാസം, ഒന്നായിത്തീരുക. പിതാവേ, ഞാൻ അങ്ങയിലായിരിക്കുന്നത് പോലെ ഇവരെയും ഒന്നിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയൊക്കെ ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ വായിക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം മനുഷ്യനെ പരസ്പരം ഒന്നിപ്പിക്കുക, മനുഷ്യരെ ദൈവവുമായി ഒന്നിപ്പിക്കുക എന്നുള്ളവയാണ്. ഈ ഒന്നിപ്പിക്കൽ പൂർണ്ണമാകുന്നത് കാൽവരിയിലെ കുരിശിലാണ്. ത്രികാലങ്ങളെയും ത്രിലോകങ്ങളെയും അവൻ കുരിശിൽ ഒന്നിപ്പിച്ചു എന്നാണ് പറയുക. ത്രികാലങ്ങൾ, ത്രിലോകങ്ങൾ എല്ലാറ്റിനെയും ക്രിസ്തു തൻ്റെ കുരിശുമരണവേളയിൽ ഒന്നിപ്പിക്കുകയായിരുന്നു. കാൽവരിയിലെ കുരിശിൽ അവൻ ഒന്നിപ്പിക്കുകയായിരുന്നു. ഈ ഒന്നിപ്പിക്കൽ പൂർത്തിയാകുന്നത് കാൽവരിയിലെ ബലിയാണ്. അതിന് ഈ ഐക്യത്തിന്, ഒന്നിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെല്ലാം ബോധപൂർവം മാറ്റാൻ നമ്മൾ തയ്യാറാകണം എന്നാണ്. ഇതിന് മനുഷ്യരുടെ ശത്രുതയും കലഹവും എന്നേക്കുമായി അവസാനിപ്പിക്കണം. ഉദ്ധിതനായ ഈശോയുടെ സമാധാനം എല്ലാവരിലും നിലനിൽക്കണം. പിതാവായ ദൈവവുമായി നമ്മൾ ഒന്നായി തീരണം. ഇതിനു വേണ്ടിയാണ് ദൈവം തൻ്റെ രക്ഷാകരമായ പദ്ധതി ഒരുക്കിയത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ, യോഹന്നാൻ 14:20 നമ്മൾ വായിക്കുന്നു: ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും.
അതാണ് മനുഷ്യാവതാരത്തിൻ്റെ പരമമായ ലക്ഷ്യം പൂർത്തിയാകുക. ഞാൻ പിതാവിലാണ്, നിങ്ങൾ എന്നിലാണ്, ഞാൻ നിങ്ങളിലുമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി അത്രേ. അതുകൊണ്ടാണ് ദൈവവും മനുഷ്യനും ഒന്നിച്ചിരിക്കേണ്ടവരും ഒന്നായി തീരേണ്ടവരുമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. ദൈവവും മനുഷ്യനും ഒന്നിച്ചിരിക്കേണ്ടവരും ഒന്നായി തീരേണ്ടവരുമാണ്. അതുകൊണ്ട് ഈ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനായി നമ്മുടെ കൂടെ ഇറങ്ങി വന്നത്. ദൈവവും മനുഷ്യരും ഒന്നിച്ചിരിക്കേണ്ടവരും ഒന്നായി തീരേണ്ടവരുമാണ്. ഇതാണ് പരിശുദ്ധ കുർബാനയുടെ പരമമായ ലക്ഷ്യം. ഒന്നാക്കി തീർക്കുക, ദൈവത്തോട് ഒന്നാക്കുക, സകല മനുഷ്യരോടും ഒന്നാക്കുക, ഒന്നിപ്പിക്കുക. ഇതാണ് പരിശുദ്ധ കുർബാനയുടെ പരമമായ ലക്ഷ്യം. തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവൻ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ അടിസ്ഥാനപരമായി ഈ ഒന്നിപ്പിൻ്റെ ചൈതന്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. ഇതാണ് ഈശോയുടെ മനുഷ്യാവതാര ലക്ഷ്യം. തൻ്റെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനന്തമായ യോഗ്യതകളാൽ മനുഷ്യവംശത്തെ രക്ഷിച്ച് സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. ഈ കടത്തിക്കൊണ്ടുപോകലും ക്രിസ്തുവിൻ്റെ കടന്നുപോകലുമാണ് പെസഹ. പെസഹ രഹസ്യങ്ങളുടെ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പെസഹ രഹസ്യങ്ങളുടെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമാണ് പരിശുദ്ധ കുർബാന. ആദ്യത്തെ പെസഹായിലും ദൈവം ചെയ്തത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തിൻ്റെ സമൃദ്ധിയിലേക്ക് തൻ്റെ ജനത്തെ കൊണ്ടുപോവുകയായിരുന്നു. ഈശോയുടെ പുനരുത്ഥാനം വഴി സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് നമ്മളെ അവൻ്റെ കൂടെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയായിരുന്നു. ഈ ലോക ജീവിതം ഒരു കടന്നുപോകലാണ്. നശ്വരമായ ഭൂമിയിലെ ജീവിതം നിത്യതയിലേക്ക് കടന്നു പോകാനുള്ളതാണ് എന്ന ഓർമ്മപ്പെടുത്തൽ പരിശുദ്ധ കുർബാന നമുക്ക് നൽകുന്നു. മരണത്തിൽ നിന്ന് നിത്യതയുടെ കവാടത്തിലൂടെ ആദ്യമായി കടന്നുപോയത് ഉദ്ധിതനായ ഈശോയാണ്. മരണത്തെ വിട്ട്, മരണത്തെ അതിജീവിച്ച് നിത്യതയുടെ കവാടം, ജീവൻ്റെ കവാടത്തിലൂടെ നിത്യതയിലേക്ക് കടന്നുപോയ ആദ്യത്തെ മനുഷ്യ വ്യക്തി ഈശോയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുൻപ് ഈശോ അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു എന്നൊക്കെയുള്ള വാക്കുകൾ നമുക്ക് അതിനോട് ചേർന്ന് വായിക്കാൻ കഴിയും. പിതാവായ ദൈവത്തിൻ്റെ തിരുവിഷ്ടപ്രകാരം പുത്രനായ ഈശോ മിശിഹ മനുഷ്യാവതാരം ചെയ്ത് തൻ്റെ പീഡാസഹന മരണ ഉത്ഥാനത്തിലൂടെ മനുഷ്യരെ രക്ഷിച്ച് പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു പോയത് രക്ഷിക്കപ്പെട്ട തൻ്റെ മക്കളെ പിതാവിൻ്റെ പക്കലേക്ക് കൊണ്ടുപോകാനാണ്. ഇതാണ് അനാദിയിലുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി. ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിൻ്റെ മർമ്മമായ മിശിഹായുടെ പെസഹ രഹസ്യങ്ങളുടെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമാണ് പരിശുദ്ധ കുർബാന എന്നാണ് ഞാൻ ഈ പറഞ്ഞു വെച്ചതിൻ്റെ എല്ലാം അർത്ഥം. വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ് സഭ. ബാക്കി പറഞ്ഞ്, ആരാധിക്കുന്നവരുടെ സമൂഹമാണ് സഭ, സ്നേഹിക്കുന്നവരുടെ സമൂഹമാണ് സഭ, പങ്കുവെക്കുന്നവരുടെ സമൂഹമാണ് സഭ. ഇതെല്ലാം ചെയ്യാനുള്ള പ്രാപ്തിയും ശക്തിയും നമുക്ക് തരുന്നത് പരിശുദ്ധ കുർബാനയാണ്. കാരണം സഭയുടെ മർമ്മം പരിശുദ്ധ കുർബാനയാണ്. ഇനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ അല്പം കടന്നു പോകാൻ ശ്രമിച്ചാൽ, പരിശുദ്ധ കുർബാനയുടെ വിവിധ ഭാഗങ്ങൾ 7 ശുശ്രൂഷകളായിട്ടാണ് അറിയപ്പെടുന്നത്. കുറച്ചുകൂടെ എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ 7 ഭാഗങ്ങളെക്കുറിച്ചൊരു സൂചന ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാമെന്ന് കരുതുന്നത്. 7 ശുശ്രൂഷകളാണ് പരിശുദ്ധ കുർബാനയിൽ ഉള്ളത്. അതാണ് പരിശുദ്ധ കുർബാനയുടെ ഭാഗങ്ങൾ. ഒന്നാമത്തത് നമുക്കെല്ലാവർക്കും അറിയാം, ആമുഖ ശുശ്രൂഷയാണ്. രണ്ടാമത്തത് വചന ശുശ്രൂഷയാണ്. മൂന്നാമത്തത് ഒരുക്ക ശുശ്രൂഷയാണ്. നാലാമത്തത് കൂദാശ ശുശ്രൂഷ അല്ലെങ്കിൽ അനാഫ്രയാണ്. അഞ്ചാമത്തത് അനുരഞ്ജന ശുശ്രൂഷയാണ്. ആറാമത്തത് ഐക്യ ശുശ്രൂഷയാണ്. ഏഴാമത്തത് സമാപന ശുശ്രൂഷയാണ്. ഒന്ന് മറ്റൊന്നിനോട് എങ്ങനെ ചേർന്ന് പോകുന്നു എന്ന് കുറച്ച് കാലങ്ങളെടുത്ത് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് അത്ഭുതം തോന്നും. ഒരൊറ്റ യൂണിറ്റാണ് അത്, ഒറ്റ സംഭവമാണ് അത്. ഈ പരിശുദ്ധ കുർബാനയുടെ
പ്രാർത്ഥനകളൊക്കെ ചിട്ടപ്പെടുത്തിയ വിശുദ്ധരായ സഭാപിതാക്കന്മാർ 2-3-4 നൂറ്റാണ്ടിലെ വലിയ സഭാപിതാക്കന്മാരൊക്കെ എന്തുമാത്രം ധ്യാനാത്മകമായി പരിശുദ്ധ ബൈബിളിലൂടെ കടന്നു വന്ന് മിശിഹായുടെ രഹസ്യങ്ങളെ തിരിച്ചറിഞ്ഞ് എത്ര മനോഹരമായ പ്രാർത്ഥനയാക്കിയിട്ടാണ് പരിശുദ്ധ കുർബാന ചിട്ടപ്പെടുത്തിയിട്ടുള്ളതെന്ന് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതിൽ ഓരോ പ്രാർത്ഥനയും ഒന്നിനോട് ചേർന്ന് പോകുന്നു. ഓരോ ശുശ്രൂഷ, ഇപ്പോൾ 7 ശുശ്രൂഷകളുണ്ടെന്ന് പറഞ്ഞതും ഈ ഒന്ന് മറ്റൊന്നിനോട് എല്ലാം ഇഴചേർന്ന് കിടക്കുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആമുഖ ശുശ്രൂഷ അതാണല്ലോ ഒന്നാമത്തത്. ഞാൻ അതിലേക്ക് വരുമ്പോൾ ആമുഖ ശുശ്രൂഷ ആരംഭിക്കുന്നത് മധുബഹായുടെ വിരി തുറന്ന് കാർമികൻ ഭൂമിയുടെ പ്രതീകമായ ഹൈക്കലയിലേക്ക് ഇറങ്ങി വരുന്ന മുതലാണ്. മധുബഹ സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. കാരണം സ്വർഗത്തിൽ നിന്ന് ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി അവൻ നമ്മുടെ ഇടയിൽ വസിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വന്നതിൻ്റെ പ്രതീകമാണ് ഈ ആമുഖ ശുശ്രൂഷയിലെ ആദ്യത്തെ കർമ്മം തന്നെ. മധുബഹായുടെ വിരി തുറക്കപ്പെടുന്നു. കാർമികൻ ഭൂമിയുടെ പ്രതീകമായി ഹൈക്കലയിലേക്ക് ഇറങ്ങി വരുന്നു. മധുബഹ സ്വർഗത്തിൻ്റെ പ്രതീകം. മിശിഹായുടെ പ്രതിപുരുഷനാണ് കാർമികൻ. മധുബഹായിലേക്ക് ഇറങ്ങി വരികയാണ്. ദൈവത്തിൻ്റെ മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവിടേക്ക് ഇറങ്ങി വരിക. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായം 16-ാം വാക്യം നമുക്കറിയാം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം അത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമ്മുടെ ഇടയിലേക്ക് അയച്ചു. മിശിഹായെപ്പോലെ കാർമികനും ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്ന് നമ്മൾ ഓർക്കണം. വളരെ പ്രധാനമായി ദൈവത്താൽ അയക്കപ്പെടുന്ന വ്യക്തിയാണ്. പിതാവായി ദൈവത്താൽ അയക്കപ്പെട്ട, ശ്രദ്ധിക്കുകയും, പിതാവായി ദൈവത്താൽ അയക്കപ്പെട്ട ഈശോ മിശിഹായും. ഇവിടെ ആരൊക്കെയാണുള്ളത്? ബലിയർപ്പണം തുടങ്ങുമ്പോൾ ആരൊക്കെയാണുള്ളത് എന്നാണ് പറയുന്നത്. പിതാവിനാൽ അയക്കപ്പെട്ട ഈശോ മിശിഹായും ഈശോ മിശിഹായാൽ തെരഞ്ഞെടുക്കപ്പെട്ട് നിയോഗിച്ച് അയച്ച കാർമികനും ഈശോ മിശിഹായുടെ കൽപ്പന അനുസരിച്ച് വിളിച്ചു കൂട്ടപ്പെട്ട ദൈവജനവും ഒരുമിച്ച് ചേർന്ന് ആരൊക്കെയാണ് അവിടെ ഉള്ളത്? ഈശോയുണ്ട്. അതാരാണ് അയച്ചത്? പിതാവായ ദൈവം അയച്ച ഈശോ ഉണ്ട്. ഈശോ അയച്ച തൻ്റെ പ്രതിപുരുഷനായ കാർമികനുണ്ട്. ഈശോയുടെ കൽപ്പന പ്രകാരം വിളിച്ചു കൂട്ടപ്പെട്ട സമൂഹം, അതാണ് ദൈവജനം. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിച്ചു ചേർത്തതാണ്, നിയോഗിക്കപ്പെട്ടതാണ്. അങ്ങനെ ഒരു സമൂഹമാണ് ഇവിടെ സന്നിഹിതമായിരിക്കുന്നത്. ദൈവപുത്രൻ്റെ എന്തിനു വേണ്ടിയാണ് ഇത് ഇങ്ങനെ വന്നിരിക്കുന്നത്? ദൈവപുത്രൻ്റെ എന്നേക്കുമായുള്ള ഏക ബലിയർപ്പണം മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്ക് വേണ്ടി ഈ അൾത്താരയിൽ തുടരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. അന്നാ പെസഹ പാടുന്നതിന് മുൻപ് ഇത്രയും ചിന്തകളിലൂടെ കടന്നു പോകണമെന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഓർത്തുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റിയല്ല. യഥാർത്ഥത്തിൽ ഈ ബലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ മനസ്സിനെ നമ്മൾ ഒരുക്കണം, ഏകാഗ്രമാക്കി മാറ്റണം. നമ്മൾ എവിടെയാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്, സ്ഥലകാല ബോധമുള്ളവരാകുക എന്നൊക്കെ. എവിടെയാണ് നമ്മൾ വന്നു നിൽക്കുന്നത്, എന്തിനാണ് നമ്മൾ വന്നു നിൽക്കുന്നത്, ആരൊക്കെയാണ് നമ്മുടെ കൂടെയുള്ളത് എന്നൊക്കെയുള്ള അറിവുകളോടെ വേണം അന്ന് ആ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ എന്ന പാട്ട് ഒരുമിച്ച് ചേർന്ന്, ആത്മാർത്ഥമായി ഒരുമിച്ച് ചേർന്ന് പാടാൻ. അങ്ങനെ വേണം നമുക്ക് ബലിയിലേക്ക് കയറാൻ. 2 കൽപ്പനകളാണ് ഇവിടെ അനുസ്മരിക്കപ്പെടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് 2 കൽപ്പനകളെന്ന് പറയുന്നത് ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ 22-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമുക്ക് ഒന്നാമത്തേത് കാണാം. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെവിൻ. 22-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നാണ്. അതാണ് ഒന്നാമത്തത്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക. കൊറിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 1 കൊരിന്തോസ് 11:24 ഇതേ ആശയം നമുക്ക് കാണാനായിട്ട് കഴിയും.
കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ച് കൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമ്മൾ വീണ്ടും വായിക്കുന്നു, അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രമെടുത്ത് അവൻ അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓർമ്മിക്കുവാൻ വേണ്ടി ചെയ്യുക, അനുസ്മരണം ഉണ്ടാവുക എന്നാണ് ഒന്നാമത്തത്. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. രണ്ടാമത്തത് അനുരഞ്ജിതമായ മനസ്സോടെ വേണം ഈ ബലിയിൽ പങ്കുചേരാൻ എന്നാണ്. അനുരഞ്ജിതമായ മനസ്സോടെ. പെസഹ കഴിഞ്ഞിട്ട് സമൂഹം ചെല്ലുന്ന പാട്ട് അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠം ഒരുക്കിയിടാം എന്നാണ്. അത് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായം 23, 24 വാക്യങ്ങളിലാണ് നമ്മൾ വായിക്കുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23, 24 വാക്യങ്ങൾ. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുവാൻ അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. അതാണ് സുവിശേഷം 5, 23, 24 വാക്യങ്ങൾ. നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈശോ നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെട്ട കാര്യം ബലി, നാം അത് അനുസ്മരിക്കുകയും ഈശോ ചെയ്ത കാര്യം പിതാവായ ദൈവത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടും വേണം ഈ ബലി ആരംഭിക്കാൻ. അത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ബലിയുടെ അനുസ്മരണം ഉണ്ടാവണം. ബലിയുടെ അനുസ്മരണത്തെക്കാൾ ബൈബിൾ ഇത്തിരി കൂടി ആഴങ്ങളിൽ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് നമ്മൾ അനുസ്മരിച്ചാൽ മാത്രം പോരാ, ഈശോ നമുക്ക് വേണ്ടി ചെയ്ത ഈ കാര്യത്തെ പിതാവായി ദൈവത്തെ അനുസ്മരിപ്പിക്കുക കൂടെ ചെയ്യണം. അതെന്താണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം? ഈശോ കൽപ്പിച്ച കാര്യം നാം ചെയ്യുമ്പോൾ നാം തന്നെ അത് അനുസ്മരിക്കുകയും ദൈവത്തെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നു. ബൈബിൾ പശ്ചാത്തലത്തിൽ ദൈവം ഒന്നിനെ ഓർത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവം അത് മറന്നുപോയി എന്നല്ല, ആ കാര്യം മറന്നുപോയി എന്നല്ല, മറിച്ച് അവൻ്റെ കൃപയും അവൻ്റെ വാഗ്ദാനങ്ങളും പ്രവർത്തിക്കാനുള്ള സമയമായി എന്ന ഓർമ്മപ്പെടുത്തലാണ്. സാധാരണ നമ്മൾ കട്ടിയായി പോകുന്നുണ്ടാവോ, കാരണം അതാണ് സത്യം. അപ്പോൾ നമ്മൾ അനുസ്മരിച്ചാൽ മാത്രം പോരാ, പെസഹായുടെ സംഭവങ്ങൾ നമ്മൾ അനുസ്മരിച്ചാൽ മാത്രം പോരാ, അതിനേക്കാൾ ഉപരിയായി ഈ പെസഹാ രഹസ്യങ്ങളുടെ അനന്തമായ യോഗ്യത, ഈശോ മിശിഹായുടെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ നവീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് ബൈബിൾ പശ്ചാത്തലത്തിൽ ദൈവം ഒന്നിനെ ഓർത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം അത് മറന്നുപോയി എന്നല്ല, മറിച്ച് അവൻ്റെ കൃപകളും അവൻ്റെ വാഗ്ദാനങ്ങളും പ്രവർത്തിക്കാനുള്ള സമയമായി അതാണ് ഓർമ്മപ്പെടുത്തുന്നത്. അത് ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 8-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 8-ാം അധ്യായം 1-2 വാക്യങ്ങൾ. നോഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു. മഹാപ്രളയത്തിൻ്റെ അവസാന ഭാഗത്താണ് ഈ ഒരു വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സമയത്ത് ദൈവം നോഹയെ ഓർത്തു. പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു. 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അപ്പോൾ ദൈവം ഓർത്തപ്പോൾ അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അവിടുന്ന് ഭൂമിയിൽ കാറ്റുവീശി, വെള്ളമിറങ്ങി, അഗാധങ്ങളിലെ ഉറവകൾ നിലച്ചു, ആകാശത്തിൻ്റെ ജാലകങ്ങൾ അടഞ്ഞു, മഴ നിലയ്ക്കുകയും ചെയ്തു. ദൈവം നോഹയെ ഓർത്തു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 19-ാം അധ്യായം 29-ാം വാക്യത്തിൽ അബ്രാഹത്തെ ദൈവം ഓർത്തു. ലോത്ത് പാർത്തിരുന്ന നഗരങ്ങളെ നശിപ്പിച്ചപ്പോൾ അവിടുന്ന് ലോത്തിനെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. ദൈവം അബ്രാഹത്തെ ഓർത്തു. അബ്രാഹത്തിന് കൊടുത്ത അനുഗ്രഹം ഓർത്തു. അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനങ്ങൾ ഓർത്തു. അവൻ്റെ സഹോദരപുത്രനായ ലോത്തിനെ രക്ഷിക്കുവാൻ അബ്രാഹത്തിൻ്റെ ഓർമ്മ ദൈവത്തെ പ്രേരിപ്പിക്കുകയാണ്.
ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 30-ാം അധ്യായം 22-ാം വാക്യത്തിൽ ദൈവം റാഹേലിനെ സ്മരിച്ചു എന്നൊരു വാക്കുണ്ട്. അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു. റാഹേൽ വളരെ വിഷമകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവം റാഹേലിനെ ഓർമ്മിക്കുന്നത്. സാമുവേലിൻ്റെ പുസ്തകത്തിൽ 1-ാം പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഹൃദയം നൊന്ത് കരയുന്ന വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് കഴിയും. അവളുടെ പ്രാർത്ഥന, ഹന്നായുടെ പ്രാർത്ഥനയും പിന്നീടുള്ള സംഭവങ്ങളുമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. ദൈവം അവളെ അനുസ്മരിച്ചു. 19-ാമത്തെ വാക്യം, എൽക്കാനയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിന് ശേഷം റാമായിലുള്ള തങ്ങളുടെ ഗൃഹത്തിലേക്ക് മടങ്ങി. എൽക്കാന ഹന്നയെ പ്രാപിച്ചു. കർത്താവ് അവളെ അനുസ്മരിക്കുകയും ചെയ്തു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവേൽ എന്ന് പേരിട്ടു. ദൈവം ഓർത്തു. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങും. സങ്കടത്തിൻ്റെ നടുവിൽ ദൈവമേ നീ എന്നെ ഓർക്കണമേ, നിൻ്റെ വാഗ്ദാനങ്ങളെ ഓർക്കണമേ. ഈശോമിശിഹായുടെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഇതാണ് കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന അടിസ്ഥാനപരമായ പ്രാർത്ഥന. ഓരോ പരിശുദ്ധ കുർബാനയും എന്തിനു വേണ്ടിയാണ്? മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടിയുള്ളതാണ്. മനുഷ്യവംശം രക്ഷിക്കപ്പെടണം, സകല മനുഷ്യരും രക്ഷിക്കപ്പെടണം, സകല വ്യക്തികളുടെയും ജീവിതങ്ങൾ നവീകരിക്കപ്പെടണം. ഇതിനു വേണ്ടിയാണ് ഈശോ കാൽവരിയിൽ ബലിയായി മാറിയത്. ഈ ബലിയുടെ അനന്ത യോഗ്യതകൾ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ പരിശുദ്ധ കുർബാനയുടെ ആമുഖ ശുശ്രൂഷകളിലൂടെ കടന്നു പോകാൻ. ഓരോ പ്രാർത്ഥനയും അർത്ഥമറിഞ്ഞ് ഏകാഗ്രതയോടെ ഭക്തിയോടെ ചെല്ലുമ്പോൾ പരിശുദ്ധ കുർബാന ജീവിതത്തിൽ അവിഭാജ്യമായ ഘടകമായി മാറുന്നതോടൊപ്പം വലിയ കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ഓരോ പരിശുദ്ധ കുർബാനയും ഇടയാക്കുകയും ചെയ്യും. അതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.